ഗുജറാത്തിലെ മൊട്ടേരയിൽ സ്ഥിതി ചെയ്യുന്ന നരേന്ദ്രമോദി സ്റ്റേഡിയം വെറുമൊരു കായികവേദിയല്ല, മറിച്ച് ഇന്ത്യയുടെ കായിക സ്വപ്നങ്ങളുടെ ഒരു പുതിയ അടയാളമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന പദവി അലങ്കരിക്കുമ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അടക്കം സ്വന്തം പേരിൽ കുറിച്ച ഈ നിർമ്മിതി ആഗോളതലത്തിൽ ക്രിക്കറ്റ് എന്ന കായിക വിനോദത്തിന്റെ വ്യാപ്തിയെ തന്നെ മാറ്റിയെഴുതുന്നു. ഏകദേശം 63 ഏക്കർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ഈ മഹാപ്രസ്ഥാനം ഓസ്ട്രേലിയൻ ആർക്കിടെക്ചർ ഭീമന്മാരായ പോപ്പുലസ് ആണ് രൂപകൽപ്പന ചെയ്തത്. ലാർസൻ ആൻഡ് ടൂബ്രോയുടെ L&T നേതൃത്വത്തിൽ യാഥാർത്ഥ്യമായ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വാസ്തുവിദ്യയാണ്. ആധുനിക ക്രിക്കറ്റ് ലോകത്തിന്റെ ആവശ്യകതകൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിർമ്മാണമാണ് ഇവിടെ കാണാൻ കഴിയുക. ഇന്ത്യയിലെ ആദ്യത്തെ LED ഫ്ലഡ് ലൈറ്റ് സംവിധാനമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. പകൽ വെളിച്ചത്തിന് സമാനമായ തീവ്രത ഉറപ്പുവരുത്തുന്നതിലൂടെ കളിക്കാർക്ക് ഫീൽഡിലുണ്ടാകുന്ന തണലുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുന്നു. മഴ പെയ്താലും കളി അധികം വൈകാതെ പുനരാരംഭിക്കാനായി അത്യാധുനിക സബ്സോയിൽ ഡ്രെയിനേജ് സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ചുരുക്കത്തിൽ, മഴയെ ഭയക്കാതെ കളി ആസ്വദിക്കാൻ കഴിയുന്ന ചുരുക്കം ചില സ്റ്റേഡിയങ്ങളിൽ ഒന്നാണിത്. സമഗ്രമായ കായിക പരിശീലന കേന്ദ്രം ഇതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം മാത്രമല്ല, ഒരു സ്പോർട്സ് കോംപ്ലക്സ് കൂടിയാണ്. സ്റ്റേഡിയത്തിനകത്ത് ഒരു ഇൻഡോർ ക്രിക്കറ്റ് അക്കാദമി ഉണ്ട്. അവിടെ 40 പിച്ചുകളോളം പരിശീലനത്തിനായി സജ്ജമാക്കിയിട്ടുണ്ട്. താമസ സൗകര്യങ്ങളോട് കൂടിയുള്ള ഈ അക്കാദമി ഭാവിയിലെ ക്രിക്കറ്റ് താരങ്ങളെ വാർത്തെടുക്കാൻ ലക്ഷ്യമിടുന്നു. കൂടാതെ ഒളിമ്പിക് നിലവാരത്തിലുള്ള നീന്തൽക്കുളം, സ്ക്വാഷ് കോർട്ടുകൾ, ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ് തുടങ്ങി വിവിധ കായിക ഇനങ്ങൾക്കായുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. 76 എയർ കണ്ടീഷൻഡ് കോർപ്പറേറ്റ് ബോക്സുകൾ VIP അതിഥികൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു. പഴയ മൊട്ടേര സ്റ്റേഡിയത്തിന് പകരം വന്ന ഈ പുതിയ നിർമ്മിതി ഇന്ത്യൻ ക്രിക്കറ്റിലെ പല ചരിത്ര മുഹൂർത്തങ്ങൾക്കും സാക്ഷിയായിരുന്നു. സുനിൽ ഗവാസ്കർ തന്റെ 10,000 ടെസ്റ്റ് റൺസ് തികച്ചതും കപിൽ ദേവ് 432 വിക്കറ്റുകൾ നേടി റിച്ചാർഡ് ഹാഡ്ലിയുടെ റെക്കോർഡ് തകർത്തതും ഈ മണ്ണിലാണ്. 2022 IPL ഫൈനലിൽ 1,01,566 കാണികൾ തിങ്ങിനിറഞ്ഞ സ്റ്റേഡിയം ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ചിരുന്നു. ഈ റെക്കോർഡ് ഗിന്നസ് ബുക്കിലും ഇടം പിടിച്ചു. ക്രിക്കറ്റ് മത്സരങ്ങൾക്കപ്പുറം രാഷ്ട്രീയവും സാംസ്കാരികവുമായ വലിയ സമ്മേളനങ്ങൾക്കും ഈ മൈതാനം വേദിയാകാറുണ്ട്. നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നത് കേവലം കോൺക്രീറ്റിന്റെ ഒരു കൂറ്റൻ നിർമ്മിതിയല്ല. അത് ഓരോ ക്രിക്കറ്റ് ആരാധകന്റെയും ആവേശവും ഇന്ത്യയുടെ കായിക മേഖലയിലെ വൻ കുതിച്ചുചാട്ടത്തിന്റെ പ്രതീകവുമാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ ആർപ്പുവിളികൾക്കിടയിൽ കളി നേരിൽ കാണുക എന്നത് ഏതൊരു കായിക പ്രേമിയുടെയും വലിയൊരു സ്വപ്നമാണ്. ആ സ്വപ്നം പൂർണ്ണതയിലെത്തുന്ന ഒരിടമാണ് ഇന്ന് അഹമ്മദാബാദിലെ ഈ ക്രിക്കറ്റ് കൊട്ടാരം.